ഇത് കാനഡയിലെ പ്രസിദ്ധമായ ഒരു ബേക്കറിയാണ് സർക്കിൾ കെ. നമുക്ക് സർക്കിൾ കേക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം. പോകാം വീഡിയോയിലേക്ക്. ഇതാണ് സർക്കിൾ കെ. നമ്മൾ സർക്കിൾ കേക്ക് അകത്തോട്ട് കയറാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ഇത് കോളാസും എനർജി ഡ്രിങ്കും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഐസ്ക്രീംസ്, ഇത് ഹോട്ട് ഡോഗ് അല്ലേ? ഇത് ഹോട്ട് ഡോഗാണ്. ഇതൊരു ചെറിയ ഓവനാണ്. ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എപ്പോഴും ചൂടുമാണ്. കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വാസം. കണ്ടോ, അതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നല്ല ചൂടാണ്. അതിങ്ങനെ ആൾക്കാർക്ക് വേണമെങ്കിൽ അവർ ഇതുകൊണ്ട് എടുക്കുക, ഇതിനകത്തോട്ട് ഇടാം. ഹോട്ട് ഡോഗ് ഇടുന്ന ഒരു കവറാണിത്. ഈ കവറിനകത്തോട്ട് ഇടുക, ഇതിനകത്ത് വെച്ചുകൊണ്ട് തന്നെ തിന്നാം. അങ്ങനെയാണ് ഈ ഹോട്ട് ഡോഗിൻ്റെ കാര്യം. ഓക്കെ, നമ്മുടെ നാട്ടിലൊന്നും ആരും അങ്ങനെ ഹോട്ട് ഡോഗ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. പിസ്സ പോലും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. ഇത് നമ്മുടെ ഇവിടെ ഉള്ളതാണ് കോളാസ്. ഇതാണ് പിസ്സ. കണ്ടോ, ഇത് നല്ല ചൂടാണ്. അതിനകത്ത് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് ഓഫർ ഇട്ടിട്ടുണ്ട് ഇവർ. ഉണ്ടോ, ഇതൊക്കെ ഓഫർ ഇട്ടിട്ടാണ് ഇവരിത് കൊടുക്കുന്നത്. ഡ്രിങ്ക്സുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ കോഫി, ഇതുണ്ടോ കോഫിയുടെ കണ്ടോ. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചൂടാക്കി വെച്ച് ഇരിക്കുകയാണ് അവർ ഇതിനകത്ത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ ടച്ചപ്പായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ കണ്ടതിന് അങ്ങേപ്പുറം ഉള്ള വേറെ ഒന്നാണിത്. ഇത് വേറെ ടേസ്റ്റിലുള്ളതാണ്. ഡ്രിങ്ക്സ് ആണ്. ഇപ്പം നമ്മൾ ഇതിൽ നിന്നും ഈ മുമ്പേ പറഞ്ഞ ആ റേറ്റ് ഇതിൽ നിന്നും കൊക്കക്കോള എടുക്കാൻ പോകുന്നത്. നമ്മൾ എക്സ് ലാർജ് ഏറ്റവും വലുത് എടുക്കുന്നത് $3.79 വരുന്നത്. അപ്പോൾ ഇതാണ് കൊക്കക്കോളയുടെ ടാപ്പ്. ഈ ടാപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ അത് എക്സ് ലാർജ് ഗ്ലാസ് എടുത്ത് കോള വരുന്നത് കണ്ടോ. ഒരുമാതിരി പേസ്റ്റ് രൂപത്തിലാണ് കോള വരുന്നത്. കണ്ടോ, കോള നിൽക്കുന്നത് കണ്ടോ. അത് അത്രയ്ക്ക് ഫ്രീസായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ഐസ് കട്ടയായിട്ട് പൊടിഞ്ഞ് മിക്സ് ചെയ്ത് ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് റൊട്ടേഷൻ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതെപ്പോഴും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ഫ്രീസായി പോകും. ഈ മെഷീൻ അങ്ങനത്തെയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടൊന്നുമില്ല. കോള ഇരിക്കുന്നത് കണ്ടോ, അത്രയ്ക്കും കട്ടയാണ്. ഓക്കെ, ഇനിയൊക്കെ അടപ്പെടുക്കുക, സ്ട്രോ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിന് അടപ്പിട്ടിരിക്കുക. ഇതുണ്ടോ, അടപ്പിട്ട് കോളായാ ഇത്. പക്ഷേ അതിൻ്റെ ഇരിപ്പ് കണ്ടോ, അത്രയ്ക്കും കട്ടയായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇനി ഇത് അടപ്പിട്ട് കഴിഞ്ഞപ്പോൾ അടപ്പിൻ്റെ മേളിലൊരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ സ്ട്രോ ഇടുക, കുടിക്കുക. അതാണ് നമ്മൾ ഇത് മൊത്തം ഇതിനകത്ത് മൊത്തം കൂടുതലും ഡ്രിങ്ക്സാണ്. സർക്കിൾക്ക് ഇത് മൊത്തം ഡ്രിങ്ക്സാണ്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സൊക്കെ ഈ വണ്ടി എതിരെ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആ ഗ്ലാസ്സില്ലേ, എൻ്റെ പേരെനിക്കറിയില്ല. ആ സാധനം ഇവിടെ ഇത് വെച്ചിരിക്കുന്നുണ്ടോ. ഇവർക്ക് ക്യാമറയുടെ ആ ഒരു ഇത് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ വെച്ചിരിക്കുന്നത്. ക്യാമറയിൽ അതെല്ലാം അപ്പം കിട്ടുകയും ചെയ്യും. കൂടുതലും ഡ്രിങ്ക്സും ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. സർക്കിൾക്ക് ഞങ്ങൾ 2 പിസ്സ മേടിക്കണം, ഹോട്ട് ഡോഗ് മേടിക്കണം എന്നൊക്കെ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത്. പിന്നെ കുടിക്കാനായിട്ട് ഇച്ചിരി വെള്ളം എടുക്കണം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ മെഷീൻ കംപ്ലൈൻ്റ് ആണ്. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ എന്നാണേലും അത് കാണിച്ചിരിക്കും. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഇത് ജെല്ലി മുട്ടായി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ബോംബെ പൂട. നമ്മുടെ നാട്ടിൽ ബോംബെ പൂട എന്നാണ് ഞങ്ങളുടെ കോട്ടയംകാരൊക്കെ പറയുന്നത്. ബോംബെ പൂട എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൻ്റെ കേബിളിൻ്റെ വള്ളി കണ്ടോ, കേബിളിൻ്റെ വള്ളിയുടെ നീളം കണ്ടോ, ഇത് കണ്ടോ,
അടുത്തുള്ള വീട്ടിൽ നിന്ന് വരെ കണക്ഷൻ എടുക്കാൻ പറ്റും. അതുപോലത്തെ നല്ല നീളമായി സാധനത്തിന്. നമ്മുടെ അവിടെ ഇത്രയും നീളത്തിലൊന്നും കിട്ടുക. ഇതുകൊണ്ടോ കയറ് മാടി ഇടുന്ന പോലെ മാടി മാടി ഇട്ടിരിക്കുന്നത് കണ്ടോ, ഫോണിൻ്റെ കേബിളിൻ്റെ വള്ളി കണ്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഈ ഇത്രയും നീളത്തിലൊന്നും കിട്ടിയാലോ, കിട്ടുമോയെന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, പിന്നെ മുട്ടായി സ്വീറ്റ്സൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെയുണ്ട് ലേസ്, റെഡ് ബുള്ളുണ്ട്. ഈ ക്യാഷിൽ നിൽക്കുന്നവരും ഇന്ത്യക്കാരാണ് കേട്ടോ. ഈ ക്യാഷിനകത്ത് നിൽക്കുന്നവർ ഇന്ത്യക്കാരാണ്. നമ്മുടെ അവിടെ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികൾ കൂടുതലും പഠിത്തം കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ജോബിന് കൂടുതൽ ഇങ്ങനെയുള്ള കടകളിലാണ് ക്യാഷ്യറായിട്ടും ഒക്കെ നമ്മുടെ ആൾക്കാർ നിൽക്കുന്നത്. അപ്പം അവർക്ക് ഒരു ചെറിയൊരു വരുമാനം, പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. സർക്കിൾ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.